നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നേറെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിലെത്തും. മോഷ്ടിച്ച സ്വർണം ആരെടുത്തു എന്നതിലും രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൊള്ളയിൽ പങ്കുണ്ടോ എന്നതിലും SIT വ്യക്തത വരുത്തിയേക്കും. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഉന്നതരുടെ പങ്കിനെക്കുറിച്ചും SIT കോടതിയിൽ നിലപാട് അറിയിക്കുമോ എന്നതിലും ആകാംക്ഷ. അതിനിടെ ചോദ്യം ചെയ്യലിന് ശേഷം CITU ദേശീയ സമ്മേളനത്തിന് പോയ കടകംപള്ളി ഇന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. കോളിളക്കം സൃഷ്ടിച്ച് തുടരുന്ന സ്വർണ്ണക്കൊള്ളയിൽ SIT കേസെടുത്തിട്ട് ഇന്ന് 86ാം ദിവസമാണ്. ഹൈക്കോടതി 2ാം തവണ നീട്ടി നൽകിയ സമയപരിധിയും 15ാം തീയതിയോടെ കഴിയും. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള അന്വേഷണത്തിലെ നിർണായക കണ്ടെത്തലുകൾ അടങ്ങിയ ഇടക്കാല റിപ്പോർട്ടാകും ഇന്ന് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനെ കൈമാറുക. വളരെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇന്ന് കോടതിക്ക് മുൻപിലെത്തുമ്പോൾ കോടതി അതിൽ എന്ത് തീരുമാനമെടുക്കും, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ എങ്ങനെ നീങ്ങണം എന്നുള്ളതിലും കോടതി ഇന്ന് നിർദ്ദേശം നൽകും. അതും കേസിലേറെ നിർണായകമാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ദേവസ്വം പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ അടക്കം 9 അറസ്റ്റ് ആയെങ്കിലും പല നിർണായക ചോദ്യങ്ങൾക്കും ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല. ശബരിമലയിൽ നിന്ന് എത്രമാത്രം സ്വർണം അടിച്ചുമാറ്റിയ സ്വർണം മുഴുവൻ എങ്ങോട്ട് പോയി, അതിലെത്ര സ്വർണം കണ്ടെടുക്കാനായി, സ്വർണം വിറ്റതായി കരുതുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വാങ്ങിയതായി കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെയും ഒരുമിച്ചിരുത്തി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. മോഷ്ടിച്ച സ്വർണത്തിന്റെയും തൊണ്ടി മുതലിന്റെയും കാര്യത്തിൽ ഈ ചോദ്യം ചെയ്യലിലൂടെയെങ്കിലും ഉത്തരം കണ്ടെത്താൻ SITക്ക് ആയിട്ടുണ്ടോ എന്നും ഇന്നത്തെ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇവർക്ക് പങ്കുണ്ടോ എന്നും ഇന്ന് SIT കോടതിയെ അറിയിക്കുമോ എന്നതും നിർണായകമാണ്. ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തതിൽ ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ വിമർശനത്തിന് മറുപടി പറയുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. അതിനിടെ രാജ്യാന്തര പുരാവസ്തു സംഘത്തിന് ബന്ധമെന്ന സംശയത്തെ തുടർന്ന് ഡിണ്ടിഗലുകാരൻ D. മണിയെയും കൂട്ടരെയും ചോദ്യം ചെയ്തതിൽ നിന്നും പ്രധാനപ്പെട്ട തെളിവ് വല്ലതും ലഭിച്ചോ എന്നും ഇന്ന് കോടതിയെ അറിയിച്ചേക്കും. കോടതി നിലപാടനുസരിച്ചിരിക്കും ആദ്യഘട്ട കുറ്റപത്രം തയ്യാറാക്കലിലേക്ക് കടക്കണോ, വീണ്ടും സമയം നീട്ടി ചോദിച്ച് അന്വേഷണം തുടരണോ എന്ന് SIT തീരുമാനിക്കുക. അതേസമയം മകരവിളക്കിന് പമ്പയിലേക്ക് സർവീസ് നടത്താൻ 900 ബസ് സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് പല ഉന്നതരും അറസ്റ്റിലാകുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു മണ്ഡലമാസത്തു കൂടിയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പ് ആവശ്യമായ സൗകര്യങ്ങളിലെങ്കിലും വീഴ്ച ഉണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ആവശ്യമെങ്കിൽ 100 ബസ്സുകൾ കൂടി അനുവദിക്കുമെന്നൊക്കെയാണ് ഗതാഗത മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും ശബരിമലയിൽ ഈ മണ്ഡല സീസണിൽ ഒരു വീഴ്ചയും സംഭവിക്കരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നീക്കങ്ങൾ അല്ലെങ്കിൽ ഒരുക്കങ്ങൾ തയ്യാറാകുന്നത്. പമ്പയിൽ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്നതിനനുസരിച്ച് പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും. പരാതി കുറഞ്ഞ ശബരിമല സീസണായിരുന്നു ഇത്തവണത്തേത്. പമ്പയിൽ അയ്യപ്പന്മാരുമായി സംസാരിച്ചിരുന്നു. KSRTCയുടെ സേവനങ്ങളിലും സംതൃപ്തരാണ് അയ്യപ്പന്മാർ എന്ന് ബോധ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. മികച്ച രീതിയിൽ KSRTC സർവീസുകൾ നടക്കുന്നത് നേരിൽ കണ്ടു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇത്തവണ റോഡപകടം ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നതും ആശ്വാസകരമാണ്. റോഡപകടം കുറയ്ക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ അടുത്ത സീസണിൽ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. പമ്പ ശ്രീരാമ സാങ്കേതം ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രമോദ് ശങ്കർ, സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ അരുൺ S. നായർ തുടങ്ങിയവരും പങ്കെടുത്തു. ശബരിമല മകരജ്യോതി സന്ദർശനത്തിനായുള്ള വ്യൂ പോയിന്റുകളിൽ സുരക്ഷ ഉറപ്പാക്കുമെന്നും ജില്ലാ കലക്ടർ S. പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. മകരവിളക്ക്, തിരുവാഭരണ ഘോഷയാത്ര മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗീകൃതമല്ലാത്ത വ്യൂ പോയിന്റുകളിൽ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കില്ല. വ്യൂ പോയിന്റുകളിലും അപകട സാധ്യതയുള്ള വഴികളിലും സുരക്ഷാ വേലി സ്ഥാപിക്കും. അപകടകരമായി നിൽക്കുന്ന മരച്ചിലകൾ മുറിച്ചുമാറ്റും. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തും.
പന്തളം ക്ഷേത്രത്തിൽ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണമുണ്ടാകും. തിരുവാഭരണം കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ വഴിവിളക്ക്, കുടിവെള്ളം, ബയോ ടോയ്ലറ്റ് തുടങ്ങിയവ ഉറപ്പാക്കും. എക്സൈസ് പരിശോധനയും ശക്തമാക്കും. മഫ്തിയിലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിക്കും. വലിയാനവട്ടത്ത് നിന്ന് സന്നിധാനത്തേക്ക് തിരുവാഭരണ വാഹകർക്ക് തടസ്സം കൂടാതെ കടന്നു പോകുന്നതിനും ക്രമീകരണമുണ്ടാകും. പോലീസ്, മോട്ടോർ വാഹന വകുപ്പും സംയോജിതമായി ഗതാഗതം നിയന്ത്രിക്കും. വ്യൂ പോയിന്റുകളിലും ദേവസ്വം ബോർഡ് അനൗൺസ്മെന്റ് നടത്തി നിർദ്ദേശങ്ങൾ നൽകും. വ്യൂ പോയിന്റുകളിലും ഘോഷയാത്ര സംഘത്തോടൊപ്പവും ആംബുലൻസ് അടക്കം മെഡിക്കൽ ടീം ഉണ്ടാകും. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന ജനുവരി 12-ന് കുളനട ആരോഗ്യ കേന്ദ്രം വൈകിട്ട് 6 വരെയും തിരുവാഭരണം കടന്നുപോകുന്ന ദിവസങ്ങളിൽ ചെറുകോൽ, കാഞ്ഞീറ്റുകര, വടശ്ശേരിക്കര, റാന്നി, പെരുന്നാട് ആരോഗ്യ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനായി സ്വകാര്യ ആശുപത്രികളും സജ്ജമാക്കും. മകരവിളക്ക് ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തിക്കും. തിരുവാഭരണ പാതയിൽ എലിഫന്റ് സ്ക്വാഡുകളെയും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും വനം വകുപ്പ് നിയോഗിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇടത്താവളങ്ങളിലെ കടവുകൾ വൃത്തിയായി അപായ സൂചന ബോർഡുകൾ സ്ഥാപിക്കും. ലൈഫ് ഗാർഡിനെ വിന്യസിക്കും. മകരവിളക്കിനോടനുബന്ധിച്ച് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ KSRTC അധിക സർവീസ് നടത്തും. തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന ദിവസം പന്തളത്തേക്കും അധിക സർവീസുകൾ ഉണ്ടാകും. മകരദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്ന തീർത്ഥാടകർക്കായി അധിക ദീർഘദൂര സർവീസും ക്രമീകരിക്കും. ഫയർഫോഴ്സ്, സ്കൂബ ടീം സജ്ജമാക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ അനധികൃത പാർക്കിംഗ് തടയും. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജനുവരി 7-ന് വ്യൂ പോയിന്റുകളിൽ സുരക്ഷിത യാത്ര സംഘടിപ്പിക്കുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ന് എന്തായിരിക്കും ശബരിമലയിൽ നടക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഹൈക്കോടതി എടുക്കാൻ പോകുന്നത് എന്നുള്ളതും നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് ഇവിടെ പലർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേവസ്വം ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. SP ശശീന്ദ്രൻ നേരിട്ട് ഹാജരായാണ് 4ാമത്തെ ഇടക്കാല റിപ്പോർട്ട് നൽകുക. ഡിസംബർ 3-ന് കേസ് പരിഗണിച്ച കോടതി CPM നേതാവ് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷമുള്ള മെല്ലെ പോക്കിനെ വിമർശിച്ചിരുന്നു. വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയർത്തി. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി BJP. മകരവിളക്ക് ദിനത്തിൽ ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കണമെന്നും ഇതിൽ എല്ലാ അയ്യപ്പ വിശ്വാസികളും പങ്കെടുക്കണമെന്നും BJP ആഹ്വാനം ചെയ്തു. ശബരിമല ക്ഷേത്രത്തിൽ കൊള്ള നടത്തുന്നവർക്കെതിരെ അന്വേഷണം നടക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമെന്നും BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രത സംരക്ഷിക്കാൻ ആഗ്രഹമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിനാണ് പാർട്ടി തയ്യാറെടുക്കുന്നത്. ജനുവരി 14 മകരവിളക്ക് ദിനത്തിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും മറ്റു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും MT രമേശ് അറിയിച്ചു. കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളും മകരജ്യോതി തൊഴുന്ന ദിവസമാണ് അന്ന്. ആ ദിവസം തന്നെ ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിക്കാൻ പരിശ്രമിക്കുന്ന ഈ കൊള്ള സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ അന്വേഷണം വേണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശബരിമല സംരക്ഷണ ദീപം തെളിയിക്കുന്നതിനായി തീരുമാനിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം UDF-നാണ് ഗുണം ചെയ്തത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് BJP ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുതിയ പ്രക്ഷോഭത്തിന് മുതിരുന്നത് എന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചേക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് BJPയുടെ പുതിയ നീക്കം. BJP-യാണ് ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥമായ നിലപാടെടുക്കുന്നത് എന്നാണ് പാർട്ടി നേതൃത്വം പറയാൻ ശ്രമിക്കുന്നത്. കൃത്യമായി തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ള ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ കൃത്യമായ ഒരു ആയുധമാക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്.